അസ്സലാമലൈക്കും. ഹലോ ഹായ്. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ 4:30 എണീച്ചിട്ടുണ്ടായിരുന്നു. നേരെ അടുക്കളയിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഇന്ന് വരാൻ വൈകും. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ റൈസ് ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഗ്രീൻ പീസ് ഇല്ലേ, അത് ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് കുക്കറിലാക്കിയിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് നമ്മൾ ബാസ്മതി റൈസും കുക്കറിലാക്കിയിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബാസ്മതി മീൻസ് ഇതില്ലേ നമ്മുടെ സെല്ല റൈസാണ് കേട്ടോ, കറക്റ്റ് ബാസ്മതി അല്ല. ഇതുപോലത്തെ ഒരു ബൗള് എടുത്തിട്ടുണ്ട്, എന്നിട്ട് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്രഷൊന്നും ചെയ്തിട്ടില്ല, നേരെ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് എടുത്ത് കഴിക്കുകയാണ്. ബ്രഷ് ചെയ്യാണ്ട് രാവിലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബെനിഫിറ്റാണ് കേട്ടോ. അതിന് നമ്മുടെ ദഹന പ്രക്രിയക്കും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇനി മുതൽ ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ ഞാൻ പേസ്റ്റ് എല്ലാം എടുത്ത് പല്ലൊക്കെ തേച്ചു. ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് വെള്ളം അങ്ങനത്തെ ഐറ്റംസൊക്കെ എടുക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ബ്രഷ് ചെയ്ത് മുഖമൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ കുക്കറുകൾ വിസിലടിക്കാൻ തുടങ്ങിയത്. അപ്പോൾ പിന്നെ വേഗം പോയി ഗ്രീൻ പീസിൻ്റെ കുക്കർ അടിച്ചു കഴിഞ്ഞതും ചോറിൻ്റെ അടിച്ചു. അപ്പോൾ രണ്ടും ഓഫാക്കിട്ടോ. പിന്നെ ഞാൻ പോയി ഡ്രസ്സെല്ലാം ചെയ്തു. അതിന് ശേഷം അതാ വെള്ളം നിറച്ചിട്ടുണ്ടായിരുന്നു, ടർക്കി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബാഗിൽ വെച്ചു. ഇനി നേരെ വാതിലൊക്കെ തുറന്ന് ഷൂ എടുത്തിട്ട് നമ്മൾ നേരെ പോകും കേട്ടോ. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക. അതേപോലെ നമ്മുടെ അടുത്ത് പാൽപ്പാടയുടെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നേ. പാൽപ്പാട എത്ര ദിവസം ആയാലാണ് നെയ്യ് എടുക്കുന്നത്? ജിനിയുടെ പാൽപ്പാട മാവ് പോലെ ഉണ്ടല്ലോ, അത് എങ്ങനെ ആവുന്നത്? ഞാൻ വെക്കുമ്പോൾ കട്ടാവുന്നു, അത് ഒന്ന് തെളിച്ച് പറയണേ പ്ലീസ്. എനിക്ക് നെയ്യ് ഉണ്ടാക്കാനാ. പിന്നെ ബട്ടർ എടുക്കുന്നതും കാണിക്കാൻ കഴിയില്ലെങ്കിൽ ഇങ്ങനെ എടുക്കുമെന്ന് പറയണേ പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പാൽപ്പാട കട്ടയാവുന്നത് എങ്ങനെ കട്ടയാവുന്നത്? നമ്മൾ പാല് തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ഈവനിങ് ആകുമ്പോഴത്തേക്കും ആ തണുപ്പിൽ അതിൻ്റെ ക്രീം മാത്രം മുകളിലോട്ട് വന്നിട്ടുണ്ടാവും. നമ്മൾ പാലിൽ നിന്ന് അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കേട്ടോ. ഞാനിവിടെ ഒരു പാത്രം എടുക്കും, ആ പാത്രം നിറയുമ്പോൾ ഞാൻ നെയ്യാക്കും, നെയ്യും ബട്ടറൊക്കെ ആക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഇന്നൊരു സമയം എന്നൊന്നുമില്ല. എന്തായാലും 1 മന്തിൽ കൂടുതലൊന്നും വെക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു സ്മെല്ലടിക്കും കേട്ടോ. അപ്പോൾ മാക്സിമം പോയാൽ 1 മന്ത്, അതിൽ കൂടുതൽ നമ്മൾ പാലിൻ്റെ പാട എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പാടില്ല. അപ്പോഴത്തേക്കും നമ്മൾ അതിനെ നെയ്യോ ബട്ടറോ ഒക്കെ ആക്കിയിട്ട് യൂസ് ചെയ്യുക. അങ്ങനെ ജിമ്മെല്ലാം കഴിഞ്ഞതാ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വരികയാണ്. എൻ്റെ ഫേസ് ആണല്ലേ നല്ലപോലെ കുറഞ്ഞു വരുന്നത്. പണ്ട് ഹെർബൽ ലൈഫ് ചെയ്തിരുന്ന സമയത്തും ഇങ്ങനെ തന്നെയായിരുന്നു എൻ്റെ ഫേസ്. ഇത്രയും കുറഞ്ഞത് ഞാൻ ആ ഡയറ്റ് എടുത്തിട്ടാണ്. എനിക്ക് നല്ല ഫേസ് ഉണ്ടായിരുന്നു കേട്ടോ, വട്ടത്തിലായിരുന്നു എൻ്റെ ഫേസ്. പക്ഷേ എനിക്ക് ഈ ഒരു കുറച്ചിലൊക്കെ ഇഷ്ടമാണ്. ഇനിയും കുറയുന്നത് എനിക്ക് ടെൻഷനുള്ള സംഭവമാണ്. അപ്പോൾ ഞാൻ ട്രെയിനറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫേസ് കുറയാണ്ട് തടി കുറക്കാൻ വല്ല വഴിയുണ്ടോയെന്ന്. അപ്പോൾ മൂപ്പരൊന്ന് നോക്കി ചിരിച്ചു കേട്ടോ, കാരണം ഫേസ് കുറയും. പിന്നെ ഫേസ് കൂടണമെങ്കിൽ പിന്നെ നമ്മൾ പ്രോട്ടീനൊക്കെ ധാരാളം കഴിക്കണം, ഫാറ്റ് അല്ല പ്രോട്ടീൻ. ഓക്കെ. പിന്നെന്താണ്, ഇതാ വന്ന് ചായ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു റൈസ് ഉണ്ടാക്കാൻ അതിനുള്ള വെളുത്തുള്ളിയും വലിയുള്ളി തക്കാളി ഇതൊക്കെ ഒന്ന് നേരാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. ഞാൻ കിച്ചണിൽ ജോലി ചെയ്യുമ്പോഴൊക്കെ ജിനിയെ ഓർക്കും, എസ്പെഷ്യലി ടീ സെർവ് ചെയ്യുമ്പോൾ. ഓക്കെ, താങ്ക് യു. ഹായ് ജിനി, നൈസ് വ്ലോഗ്. ജിനി വെയിറ്റ് കൂടുതൽ കുറയ്ക്കണ്ട, ഭംഗി പോകും. അയാൻകുട്ടിയുടെ നടത്തം അവൻ്റെ വാപ്പാൻ്റെ നടത്തം പോലെയാണ്. അത് ഞാൻ പറയും, പക്ഷെ മൂപ്പരത് അക്സെപ്റ്റ് ചെയ്യൂല കേട്ടോ. എന്താണെന്നറിയില്ല, അവനിങ്ങനെ പരത്തിയിട്ട് അത്ര നടക്കുക. അപ്പോൾ വെയിറ്റ് ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും കുറയൂല. ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ മുറിച്ച് മാറ്റുന്ന പോലെയുണ്ട്. അങ്ങനെ നമ്മൾ പെട്ടെന്നൊന്നും കുറയില്ല കേട്ടോ, കുറച്ച് കഷ്ടപ്പെടണം. എന്നാൽ തന്നെ ഒരു 3-4 കിലോ അത്രയൊക്കെ തന്നെയുള്ളൂ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഒരു 70-68 അങ്ങനെ കൈ കിട്ടിയാലേ ഞാൻ ഹാപ്പിയാണ് കേട്ടോ. ഗ്യാസ് എത്ര സിമ്പിളായിട്ടാണ് നീക്കുന്നതെന്ന്. അതെന്താ ഗ്യാസ് നീക്കാൻ ഭയങ്കര, അതും കാലിയായ ഗ്യാസ് നീക്കാൻ ഭയങ്കര പ്രയാസമുണ്ടോ? ഞാൻ 2 തരത്തിലും ഗ്യാസ് നീക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, എനിക്കത് അത്ര വലിയ സംഭവമായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് അങ്ങ് നീക്കി, അത്രയേ ഉള്ളൂ. ജിനി, എനിക്ക് 30 ഇയേഴ്സ് ആയപ്പോൾ ഡയബറ്റിക്സ് വന്നു. 4 നേരം ഇൻസുലിൻ എടുക്കുകയാണ്. ഇപ്പോൾ 46 വർഷമായിന്ന്. ഓക്കെ, 46 ഏജ് ആയിന്ന്.
സാരല്ല, ഇനി എന്താ പറയുക, ഇപ്പോൾ ഇൻസുലിൻ എടുത്തുകൊണ്ടേ പോവുക. നിങ്ങൾ ഹെൽത്ത് നോക്കുക കേട്ടോ. ചേച്ചി റെസിപ്പി സൂപ്പർ ആണ് കേട്ടോ. ഐ ലൈക്ക് യുവർ ഫുഡ് റെസിപ്പി, താങ്ക് യു സോ മച്ച്. എല്ലാ റെസിപ്പിയും പറ്റുന്നതൊക്കെ ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള തട്ടിക്കൂട്ട് റൈസ് നോക്കിയാലോ. ഞാൻ ഇതാ നമ്മുടെ ചട്ടി വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വലിയ ജീരകം, അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി, പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, പിന്നെ വലിയ ഉള്ളി കേട്ടോ. ഇനിയിപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കണം. ഞാനിവിടെ ഒരു വലിയ ഉള്ളി ഫുൾ എടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഞാൻ ഇതിലോട്ട് മന്തിയുടെ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ഏത് പൊടിയും ചേർത്ത് കൊടുക്കാം, പൊടി ചേർത്ത് കൊടുക്കാണ്ട് ഉണ്ടാക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഒരു തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ തക്കാളിയൊക്കെ ഒന്ന് മെൽറ്റ് ആവട്ടെ. നമുക്കൊരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വയ്ക്കാം. അപ്പുറത്ത് ഞാൻ ഗ്രീൻ പീസ് വേവിച്ചത് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിലോട്ട് നമുക്ക് ഒരുപാടൊന്നും ആവശ്യമില്ല. ഞാൻ വെള്ളത്തിലിട്ടത് ഇച്ചിരി ഓവറായിപ്പോയി, അതുകൊണ്ട് വേറൊരു പരിപാടി നമുക്ക് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഒരു ബൗൾ ഗ്രീൻ പീസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ വേവിച്ച് വെച്ച ചോറില്ലേ, 4:30 വേവിച്ച് വെച്ച ഓർമ്മയുണ്ടോ, അത് ഞാൻ ഊറ്റി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് പച്ചമണം മാറട്ടെ. വീണ്ടും ഓപ്പൺ ആക്കിയിട്ടുണ്ട്. മസാല ഒന്ന് പരത്തി വെച്ച ശേഷം അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ ഒരു സെല്ല റൈസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എത്ര ചോറ് വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇച്ചിരി മല്ലിയില കേട്ടോ. എന്നിട്ടൊരു 5 മിനിറ്റ് ദമ്മിൽ വയ്ക്കുന്നുണ്ട്. കാരണം റൈസിൽ ഇത്തിരി വെള്ളമുള്ള പോലെ എനിക്ക് തോന്നി. വെള്ളം ഇല്ലെങ്കിൽ ദമ്മൊന്നും വയ്ക്കണ്ട, മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ദമ്മായ ശേഷം ഞാനിതാ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട്. അരി കുറച്ച് വെന്ത് പോയിട്ടോ, ഒത്തിരി വേവാൻ പാടില്ല. ഞാൻ കുക്കറിൽ വേവിച്ചുകൊണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ഈ ടൈമിൽ നോക്കുക, ചെക്ക് ചെയ്യുക. സംഭവം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പിള്ളേരുടെ ലഞ്ച് ബോക്സിലോട്ട് പാക്ക് ചെയ്യുക. ഒന്ന് ചൂടാറിയ ശേഷം അടച്ച് വെച്ചാൽ മതി. ഞാൻ ഇവിടെ തൈരും അച്ചാറുമാണ് കേട്ടോ കൂടെ ആക്കി കൊടുക്കുന്നത്. മസാല കുട്ടികൾക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതായത് എഗ് മസാല കൊണ്ടുപോകാൻ പറ്റില്ല, ചിക്കൻ കൊണ്ടുപോകാൻ പറ്റില്ല, ഫിഷ് കൊണ്ടുപോകാൻ പറ്റില്ല, ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ ചില ഈ ലഞ്ച് ബോക്സിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ചിക്കനും ഫിഷും ഒക്കെ ആക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഇങ്ങനെ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ച് പോവാറുണ്ട്. പിന്നെ സ്പെഷ്യൽ ഡേയ്സിലൊക്കെ ഞാൻ അങ്ങ് ആക്കി കൊടുക്കും, എന്തോ പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ സിലു ടോക്സ് ഇല്ലേ, അവരുടെയൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് എഗ്ഗും പിന്നെ വേറെ എന്തൊക്കെയോ ആക്കി കൊടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് അതൊന്നും പറ്റില്ല, വെജ് മാത്രം. മസാലകൾ കൊണ്ടുപോവുക, വെജ് മസാലകളൊക്കെ കൊണ്ടുപോവുക കേട്ടോ. അങ്ങനെ പിള്ളേരുടെ ലഞ്ച് ബോക്സൊക്കെ ആക്കി. ഇക്കാക്ക് ഞാൻ ഇന്ന് ഓട്സ് തന്നെയാണ് ഉണ്ടാക്കിയത്. ഇന്ന് ഞാൻ ഓട്സ് ഉണ്ടാക്കിയത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. ഞാൻ ഇന്ന് ക്വയ്ക്കർ ഓട്സ് ആണ് എടുത്തത് കേട്ടോ. സാധാരണ സ്റ്റീൽ കട്ട് ഓട്സ് അല്ലേ എടുക്കാറ്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് നട്ട്സ് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഈത്തപ്പഴം, അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് മുന്തിരി ഇല്ലേ, ഉണക്കമുന്തിരി, അതും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കാഷ്യൂനട്ട് കട്ട് ചെയ്തു, ബദാം ഇതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിസ്തയും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ അത്. ശേഷം ഇതാ നമ്മുടെ ഈത്തപ്പഴം നന്നായി കഴുകിയിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്യുക. ഞാൻ ഡ്രൈ ഫ്രൂട്ട് ഉണ്ടല്ലോ, ഐസ്ക്രീമിൻ്റെ മേലെയൊക്കെ നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ എടുക്കണമെന്നും കഴുകാറില്ല കേട്ടോ. കാരണം നമുക്കതൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു ഫീലിന് വേണ്ടിയിട്ടല്ലേ ഇടുന്നത്, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ചെടി പ്ലാസ്റ്റിക് ആണോ ചോദിക്കുന്നുണ്ട്, അതേ പ്ലാസ്റ്റിക് തന്നെയാണ്. പിന്നെ ഒരു ആപ്പിളും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അനാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇടാം, പിന്നെ റോബസ്റ്റ് പഴം വേണമെങ്കിലും ഇടാം. ആ ഒരു കഷ്ണം പോയത് എൻ്റെ വായിലോട്ടാണ്. അങ്ങനെ ഇതാ നമ്മൾ ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇന്ന് 1 സ്പൂൺ പഞ്ചസാര ജസ്റ്റ് ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഓട്സിന് ഒരു പ്രത്യേക ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. നന്നായിട്ട് മധുരം കഴിക്കണവരൊക്കെ ആണെങ്കിൽ 2-3 സ്പൂണൊക്കെ കാരമലൈസ് ചെയ്തോളൂ. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതാ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്സ് ഇട്ട് കൊടുക്കുകയാണ്. എത്ര ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ക്വയ്ക്കർ ഓട്സ് നല്ലൊരു ക്രീമി ടെക്സ്ചറാണ് അല്ലേ, ഇപ്പം പണ്ടത്തെ പോലെയല്ല അല്ലേ, ഇപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും അങ്ങനെ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത ശേഷം ഞാൻ ഇതിലോട്ട്
നമ്മുടെ ഈത്തപ്പഴം, അതുപോലെ കറുത്ത മുന്തിരി, പിന്നെ ആപ്പിൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് അത്രയും മതി കേട്ടോ. പിന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഒരു ബൗളിലോട്ട് മാറ്റി നമുക്ക് വേണമെങ്കിൽ കുറച്ചിങ്ങനെ ഗാർണിഷൊക്കെ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പിസ്ത എടുത്തത്, ഒരു ഗ്രീനിഷ് കളർ വരാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ പിസ്ത എത്ര നോക്കിയാലും അങ്ങനെ ഗ്രീനൊന്നും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഹണി ചേർത്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് ഡ്രൈ ഫ്രൂട്ട് ചേർത്ത് കൊടുത്തു, ഡ്രൈ നട്ട്സ് ചേർത്ത് കൊടുത്തു. ഓക്കെ, അങ്ങനെ നമ്മുടെ ഓട്സ് ആയിട്ട് ഞാൻ പിള്ളേരോട് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഓട്സ് വേണ്ട, ഞാൻ ഉണ്ടാക്കിയ റൈസ് ഇല്ലേ അതാണ് കേട്ടോ കഴിച്ചത്. ഞാനാണെങ്കിൽ എല്ലാവർക്കും ചേർത്തിട്ടാണ് ഓട്സ് ഉണ്ടാക്കിയത്. നോക്കാം എങ്ങനെ ക്വാണ്ടിറ്റി ഉണ്ടെന്ന് കഴിച്ചാലല്ലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ അയാൻ അവൻ്റെ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്തു. റിഹാൻ്റെ ഞാൻ ജസ്റ്റ് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ പാക്ക് ചെയ്യുന്ന കണ്ടപ്പോൾ ജിനിമ തന്നെ പാക്ക് ചെയ്തു എന്നും പറഞ്ഞിട്ട് പോയേക്കുണ്ട് ആള്. അങ്ങനെ അവരുടെയൊക്കെ സെറ്റാക്കി. പിന്നെ ഇക്കാക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് വിളമ്പിയിട്ട് ഞാൻ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാൻ വിചാരിച്ച് സ്പൂണിലെടുത്തപ്പോഴാണ് എവിടുന്നോ പറന്ന് എൻ്റെ ഓമനപുത്രൻ ഇവിടെ എത്തിയത് കേട്ടോ. അപ്പോൾ അവനും വേണമെന്ന് പറഞ്ഞു. കുറച്ച് കൊടുത്തതും കുറച്ച് വായ പൊള്ളിയെന്ന് തോന്നുന്നത്. അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. ഞാൻ ഊതിയിട്ടൊക്കെ കൊടുത്തേ, എന്നിട്ടും അവൻ്റെ വായ ഇച്ചിരി പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിള്ളേർക്ക് വേണ്ട ഇക്കാക്ക് മാത്രം വിളമ്പി കൊടുത്തു. പിള്ളേർ യാത്രയൊക്കെ പറഞ്ഞ് പോകാൻ വേണ്ടി റെഡി ആയിട്ടോ. അങ്ങനെ ഇക്ക കഴിക്കുകയാണ്. ഞാൻ എന്തായാലും ഇന്ന് കഴിക്കുന്നില്ല. സ്മൂത്തി ആണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ കഴിച്ചിട്ടുണ്ടാവും കേട്ടോ. പിന്നെ സ്മൂത്തിയിൽ എന്തൊക്കെ ഇടും അറിയും എങ്കിലും ഒന്നുകൂടെ പറയണേ, എനിക്കും തുടങ്ങാനാണെന്ന്. നമ്മുടെ ഓട്സ്, അത് റോൾഡ് ഓട്സ് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അതൊന്ന് കുതിർക്കുക, തലേ ദിവസം വെള്ളത്തിലിട്ടാൽ നല്ലതാണ്. കുതിർത്തിയിട്ട് അതിലോട്ട് തന്നെ നമുക്ക് ബദാം, കാഷ്യൂ, ഈത്തപ്പഴം, പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തെല്ലാം ഡ്രൈ നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം നന്നായിട്ട് കുതിർന്ന ശേഷം മിക്സിയുടെ ജാറിൽ അടിക്കുമ്പോൾ ഒരു റോബസ്റ്റ് പാടോ അല്ലെങ്കിൽ ഒരു ആപ്പിളോ ചേർത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു തിക്ക് വരും. ഇനി നിങ്ങൾക്ക് വെള്ളത്തിലല്ല വേണ്ടത്, പാലിൽ വെച്ചാൽ പാലിൽ കുതിർക്കാൻ ഇട്ടാൽ മതി. പിന്നെ നമ്മൾ ചിയാ സീഡില്ലേ അതും കുറച്ച് കുതിർത്തിയത് ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ വിശപ്പൊന്ന് കൺട്രോൾ ആവുന്ന പറഞ്ഞത്. പക്ഷെ ഇന്നലെ എനിക്ക് വിശപ്പ് കൺട്രോൾ ആയില്ല കേട്ടോ. അതാണ് ഞാൻ സെക്കൻഡ് ട്രിപ്പും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. പിന്നെ ജിനിയുടെ വീഡിയോ മുടങ്ങാതെ കാണും, കമൻ്റ് ഇടാറില്ല. കമൻ്റ് ഇടാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും ഇടണം കേട്ടോ. എനിക്കിപ്പോൾ 37 വയസ്സ്, 26 വയസ്സിൽ ഷുഗർ വന്നു എന്ന്. എനിക്ക് പേടിയാണ് ഈ കമൻസൊക്കെ വായിക്കുമ്പോൾ, ഭയങ്കര ടെൻഷനുണ്ട് കേട്ടോ. ആർക്കും അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. ജിനി അരിപ്പ അതിനെ എടുക്കുന്നില്ലേ? ഞാൻ കട്ടൻ ചായ അരിക്കാൻ വേണ്ടിയിട്ട് എടുത്തതല്ലേ ഇന്നലെ. ഞാനത് എടുത്തപ്പോൾ തന്നെ ആലോചിച്ചു ആരെങ്കിലും അത് കമൻ്റ് ഇടുന്നുള്ളത്. അത് നമ്മൾ മറ്റേ അരിപ്പിയിൽ വേസ്റ്റ് ആയപ്പം അങ്ങനെ എടുത്തതാണ് കേട്ടോ. ചായപാത്രത്തിൻ്റെ വാല് തിരിച്ച് വയ്ക്കുന്നു. അത് ഞാൻ എപ്പോഴും വിചാരിക്കും എൻ്റെ വീഡിയോ കാണുമ്പോൾ എൻ്റെ കൈ തട്ടുമെന്ന്. പക്ഷെ ഞാൻ നോക്കാറുണ്ട്. മാക്സിമം ഇനി ഞാൻ തിരിച്ചു വയ്ക്കാൻ തന്നെ ശ്രമിക്കാം കേട്ടോ. പിന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ അതുപോലെ ഇന്നലെ നമ്മളൊരു കമൻ്റ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അങ്ങനെ ഡയബറ്റിക്സ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അവർ വീണ്ടും എൻ്റെ കാര്യം ജിനി വീഡിയോയിൽ പറയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം എനിക്ക് ആ കമൻറ്റ് വായിച്ചപ്പോൾ ഭയങ്കര മൈൻഡിലോട്ട് അങ്ങ് കയറി എന്തോ ഒരു സംഭവം. അപ്പോൾ പിന്നെ എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നിങ്ങളുടെ വ്ളോഗ് വളരെ ഇഷ്ടമാണ്, താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ നാട്ടിൽ ഉപ്പേരിയല്ല, ഇത് തോരനാണെന്ന്. ഇവിടെയും തോരൻ തന്നെ പറയാം. പക്ഷേ ഉപ്പേരിന്ന് പറഞ്ഞ് അതങ്ങനെ ശീലമായിട്ടോ. തോരനും ഉപ്പേരിയും വേറെ വേറെയാണ്. പക്ഷെ എന്താണ് എൻ്റെ വായിൽ അങ്ങനെ വരുള്ളൂ, അതാണ് അങ്ങനെ പറഞ്ഞത്. എന്തായാലും നമ്മുടെ ഉപ്പേരി കണ്ടിട്ട്, നമ്മുടെ തോരൻ കണ്ടിട്ട് വെക്കാറുണ്ട് എന്ന് പറഞ്ഞു. താങ്ക് യു. പിന്നെ കുട്ടികൾക്ക് വയ്യാണ്ടായ സമയത്ത് ഞാൻ കട്ടൻ ചായ തന്നെയാണ് കേട്ടോ കൊടുത്തത്. നാരങ്ങ പിഴിഞ്ഞ കട്ടൻ ചായ അവർ കുടിക്കൂല, അല്ലാത്ത കട്ടൻ ചായ കുടിക്കും. അപ്പം ഞാൻ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയി അടിച്ചു വാരാൻ വേണ്ടിയിട്ട് നിന്നു പുറത്ത്. ഒരുപാട് ഇലകളൊന്നും ഇല്ല, പിന്നെ നല്ല കാറ്റുണ്ട്. കാരണം അതുകൊണ്ടായിരിക്കും ഇലകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയ കാരണം ഇലകൾ കാര്യമായിട്ടില്ല കേട്ടോ. അങ്ങനെ ഉള്ള ഇലകളിലേക്ക് അടിച്ചു വാരിയെടുത്തു. ഇത്തയുടെ വ്ളോഗ് കാണാൻ ലേറ്റ് ആയിപ്പോയി, കാരണം ഇവിടെ നല്ല മഴ, പിന്നെ കറണ്ടും ഇല്ലായിരുന്നു. സാരില്ല, എന്നാലും കണ്ടല്ലോ, വളരെ താങ്ക്സ് കേട്ടോ.
വാൾപേപ്പർ പുതിയത് ഒട്ടിച്ചൂലേ? അതെ അതെ, ഒട്ടിച്ചിട്ട് 2 ദിവസമായി. അപ്പോൾ 2 ദിവസം നിങ്ങൾ എൻ്റെ വ്ളോഗ് കണ്ടിട്ടില്ല എന്നർത്ഥമല്ലേ? അല്ല, വ്ളോഗിൽ ഒരു ദിവസമാണ് കേട്ടോ വന്നത്, 1-2 എനിക്ക് തന്നെ ഓർമ്മയില്ല. പിന്നെന്താണ്, ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇത്രയും പൊടി ഇടണ്ട, കുറച്ച് പൊടി ഇട്ട് പരത്തിയാൽ പോരെ? മതി. കാരണം ഞാൻ കൂടുതൽ പൊടി ഇട്ടത്, എൻ്റെ ചപ്പാത്തി പരത്തുന്നത് കുറച്ച് നനഞ്ഞിരുന്നു. അപ്പം ഞാൻ അതിൽ കൂടുതൽ തുടച്ചിട്ട് അത് പോയില്ല, അപ്പോൾ കൂടുതൽ പൊടി ഇട്ടതാണ് കേട്ടോ. പിന്നെ നമ്മുടെ കാസ്റ്റ് അയണിൻ്റെ പാത്രം രാവിലെ കഴുകി വെച്ചിട്ട് ഞാൻ തുടച്ച എണ്ണ തേച്ചില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ അവസ്ഥ എങ്ങനെ ആയത്. ഇത് നമ്മൾ കഴുകിയ ഉടനെ തന്നെ വെള്ളമൊക്കെ തുടച്ചിട്ട് എണ്ണ തേച്ച് വെക്കണം, അല്ലെങ്കിൽ ഇതാ ഇമാതിരി അവസ്ഥയായിരിക്കും കേട്ടോ അതിൻ്റെ. എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ, എല്ലാവിടെയും തേച്ച് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്തുണ്ടാക്കണം? മട്ടർ ഉണ്ടല്ലോ, ആ മട്ടർ കൊണ്ട് നമ്മൾ കോഴിക്കോടൻ സ്പെഷ്യൽ ഉണ്ടാക്കിയാലോ, തട്ടുകട സ്പെഷ്യൽ. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, അങ്ങനെ കഴിച്ചിട്ടുമില്ല, ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് തട്ടുകട സ്പെഷ്യൽ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിച്ച ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. സംഭവം കാണുന്നതിന് മുമ്പേ കമൻറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും കൂടെ മെൻഷൻ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാ വലിയുള്ളി പച്ചമുളകും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പുറത്ത് ഞാൻ ചോറും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഐറ്റംസൊക്കെ അതിലിട്ടിട്ട് ഒന്ന് വഴച്ചിട്ടെടുക്കണം. ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ, അപ്പോൾ നിങ്ങൾ അതൊന്ന് പറഞ്ഞു തരണേ. ഞാൻ എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെന്താണ് ഇത്തിരി എൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലയും പെപ്പർ പൊടിയും അതുപോലെ ഇച്ചിരി ചിക്കൻ മസാലയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. അതിനുശേഷം നമ്മൾ ഊറ്റിയെടുത്ത നമ്മുടെ ഗ്രീൻ പീസ് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ചായപ്പോൾ ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനിയും ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ മസാലയ്ക്ക് എല്ലാ ഭാഗത്തും എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 എഗ്ഗ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇനി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് സ്ക്രാമ്പിൾ പോലെ ആക്കിയിട്ടെടുക്കണം ഇതിനെ. ആ ഗ്രീൻ പീസിൽ എഗ്ഗ് ഫുള്ള് കോട്ട് ചെയ്ത് നിൽക്കട്ടെ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ്. പക്ഷേ ഇതുണ്ടല്ലോ, ചൂടോടെ കഴിക്കാൻ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ എഗ്ഗ് ഇട്ടിട്ടുണ്ടാക്കിയ എന്ത് ഐറ്റംസും അങ്ങനെ തന്നെ ചൂട് ആറിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ തനി സ്വഭാവം കാണിക്കുന്നു പറഞ്ഞ പോലെയാണല്ലേ. എനിക്ക് സാധാരണ ഉണ്ടല്ലോ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യുക, ബുൾസൈ ഉണ്ടാക്കുക, ഓംലേറ്റ് ഉണ്ടാക്കുക, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഒരു മാതിരിയാണ് കേട്ടോ അതിൻ്റെ സ്മെല്ല്. പക്ഷെ ഞാൻ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ തക്കാളി ഇട്ടു, മല്ലിയില ഇട്ടു, വീണ്ടും നന്നായിട്ട് മിക്സാക്കി എടുത്തു. എഗ്ഗൊക്കെ നന്നായിട്ട് വേവട്ടെ, ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ച മണം അടിക്കും. അങ്ങനെ ഞാൻ വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചും കൂടെ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വേണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഐറ്റത്തിൻ്റെ കറക്റ്റ് പേരൊന്ന് പറഞ്ഞു തരണേ. ഗ്രീൻ പീസ് എഗ്ഗ് എന്നാണോ അതിന് പറയുക? എനിക്ക് കറക്റ്റ് പേരറിയില്ല കേട്ടോ. അങ്ങനെ സംഭവം അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഉണ്ടാക്കേണ്ടത് ഒരു ഈസി ആയിട്ടുള്ള ഒരു കറിയാണ്. കാരണം നൈറ്റ് ഞാൻ നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ട ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ വേറൊരു ദിവസമാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുക. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, എഡിറ്റിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ ക്യാബേജ് നന്നാക്കി എടുക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഞാൻ ഫിഷിൻ്റെ ചട്ടിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ പൊരിക്കാനും ഇട്ട് കൊടുക്കാം കേട്ടോ. സമയമായപ്പോൾ ഞാൻ മീൻ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ കുളിക്കണതിന് മുമ്പേ മീൻ പൊരിച്ച് വെക്കും. നിങ്ങൾ പറഞ്ഞ പോലെ നമ്മുടെ ഷോളിലൊക്കെ സ്മെല്ല് വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട് എനിക്കും ഫീൽ ചെയ്തു കേട്ടോ. അങ്ങനെ ഇവിടെ കറി വയ്ക്കാനുള്ള നമ്മുടെ കടുകും ജീരകം, ഉലുവ, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ചെറിയ ഉള്ളി, പച്ചമുളക്. ഉലുവ ഞാൻ പിന്നീടാണ് ഇട്ടത്, എനിക്ക് പിന്നീടാണ് ഓർമ്മ വന്നത് കേട്ടോ. അപ്പം ഞാൻ ഉലുവ പിന്നീടാണ് ഇട്ടത്, അല്ല ഞാൻ അപ്പം തന്നെ ഇട്ടു എന്നാണ് തോന്നുന്നത് കേട്ടോ. ഞാൻ തന്നെ മറക്കുന്നു. ഓക്കെ, മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ. ഞാൻ ഇവിടെ തൈര് മിക്സിയുടെ ജാറിൽ കുറച്ച് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതായത് മിക്സ് ചെയ്തുകൊണ്ടേ ചേർത്ത് കൊടുത്തോ, കാരണം തൈര് പിരിഞ്ഞു പോവുള്ളൂ. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി.
തിളയ്ക്കാൻ വെക്കരുത്, പിന്നെ മൺചട്ടിയിലും വെക്കരുത് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് ചൂടായതും മൺചട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി, ഇല്ലെങ്കിൽ പിരിഞ്ഞങ്ങ് കയ്യിൽ കിട്ടും കേട്ടോ. കഴിക്കാൻ നേരത്ത് വെള്ളം വേറെ തൈര് വേറെ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ സംഭവം ഈസിയാണ്, ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞതിൻ്റെ കുറേ പാത്രങ്ങളുണ്ട്. ഇനി നമുക്ക് ചെമ്പല്ലി ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. പിന്നെ നമ്മൾ ആ ക്യാബേജ് ഉപ്പേരിയും കൂടെ വെക്കണം, അതിലോട്ടുള്ള തേങ്ങ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. അതിന് മുമ്പ് കുറച്ചധികം പാത്രങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതങ്ങ് കഴുകിയെടുത്തു. ഇല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ തല കറങ്ങും കേട്ടോ. എന്നെ പോലെ ഉണ്ട് പണിയുടെ ഇടയിലൊക്കെ ഇങ്ങനെ പാത്രം കഴുകാൻ പോകുന്നത്. ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുക. പിന്നെ ഇതാ ഒരു ഭാഗത്ത് ഉപ്പേരി വെച്ചിട്ടുണ്ട്, ഫിഷ് ഫ്രൈയും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങ പൊളിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഒന്ന് നനച്ച് കൊടുക്കും. നല്ല റൗണ്ടിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നനച്ച് കൊടുക്കുന്നത്. പിന്നെ പെട്ടെന്ന് പൊളിയാൻ വേണ്ടിയിട്ടാണ് നനച്ച് കൊടുക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെന്താ, ചിയാ സീഡ് അവിടെ കിട്ടും, എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. പിന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇതിലൊക്കെ കിട്ടും കേട്ടോ, നോക്കിയിട്ട് മേടിച്ചാൽ മതി. പിന്നെ ഇന്നത്തെ വ്ളോഗ് സൂപ്പർ. അയാൻ കുട്ടീനെ കണ്ടപ്പോൾ തോന്നി ടയേർഡായെന്ന്. അതെ, അവന് തടി കുറഞ്ഞിട്ടുണ്ട്, 2-3 കിലോ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. TV ഓക്കെ ആയോന്ന്? ഓക്കെ ആയി. ബാത്റൂമിൽ പണി കഴിഞ്ഞോ ചോദിച്ചിട്ടുണ്ട്. പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചേച്ചി ചപ്പാത്തി പരത്തുന്നത് സൂപ്പർ. എങ്ങനെ ശരിയായിട്ട് വരുന്നു? ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷമായില്ലേ, എക്സ്പീരിയൻസ്, അല്ലാണ്ട് എന്താ ഞാൻ പറയുക. എനിക്ക് പെട്ടെന്ന് പരത്താൻ കിട്ടും. പലർക്കും പത്തിരി ആയിരിക്കും ഇങ്ങനെ പെട്ടെന്നാക്കാൻ പറ്റുന്നത്, എനിക്ക് നേരെ തിരിച്ചാണ് കേട്ടോ. പിന്നെ ചിയാ സീഡിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും നമ്മളോടൊരു കമൻറ്റിൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ കമൻറ്റ് വീഡിയോയിൽ പറയാമോ? ഇത് മാത്രമാണോ കമൻറ്റ് ഇട്ടത്? ഞാൻ എന്തായാലും അത് വായിച്ചിട്ടുണ്ട്. ഇനി വേറെ എന്താണ്, പിന്നെ കുറേ ഹാർട്ടും ഇതൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സിലിണ്ടർ മാറ്റാൻ അറിയാമല്ലേ? അതെ, അറിയാമല്ലോ. എനിക്കറിയില്ല എന്ന്. എനിക്കറിയാം കേട്ടോ. ഞാൻ കുറേ ആയി അതൊക്കെ പഠിച്ചിട്ട്. അതൊക്കെ പഠിക്കാനുണ്ട്, അതൊക്കെ നമ്മൾ തനിയെ അങ്ങ് ആയി വരുന്നതല്ലേ. അങ്ങനെ ചെമ്പല്ലി വറുക്കാൻ വെച്ചിട്ട് ഞാൻ വേഗം പോയി തുടയ്ക്കാൻ നിന്നു. തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെന്താ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡ് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ FBയിൽ ഇങ്ങനെ ഫുഡിൻ്റെ ഫോട്ടോ ഇട്ടപ്പോഴേ ജിമ്മിൻ്റെ പേര് കളയുമെന്ന് അല്ല ജിമ്മിൻ്റെ പേര് കളയുമെന്ന്, അതായത് ജിമ്മ് ചെയ്യാൻ പോയിട്ട് വെയിറ്റ് ലോസിന് വേണ്ടി പോയ വെയിറ്റ് ഗെയിൻ ആയിട്ട് വരുന്ന ആദ്യത്തെ വനിത ഞാനായിരിക്കും എന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതുതന്നെയായിരിക്കും. പക്ഷെ ഞാൻ കളയൊന്നുമില്ല. ഞാൻ അതിൽ ചോറ് ഭയങ്കര കുറവല്ലേ എടുക്കുന്നത്. നമ്മൾ ചോറ് ഭയങ്കര, അതായത് കാർബോഹൈഡ്രേറ്റ് ഭയങ്കര കുറച്ചിട്ട് എടുത്താൽ മതി. കാർബ്സ് ഓക്കെ കുറച്ചിട്ട് എടുത്താൽ മതി, ബാക്കിയൊക്കെ സെറ്റാണ്. അങ്ങനെ തുടക്കൽ കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് വന്ന് സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. നല്ല പൊന്നിയരി ചോറ് എടുത്തിട്ടുണ്ട്, അതിലോട്ട് നമ്മുടെ മട്ടറും എഗ്ഗും കൂടെ ചേർത്ത് ഈ സംഭവം കോഴിക്കോടൻ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ നത്തോലി ഫ്രൈ, അതുപോലെ ചെമ്പല്ലി, പിന്നെ മോര് കറി. ഇതിൻ്റെ കൂടെ എന്താണ് മിസ്സിങ്? ഒരു പപ്പടവും ഒരു കണ്ണിമാങ്ങാച്ചാറും അല്ലേ. കണ്ണിമാങ്ങാച്ചാറ് ഇവിടെ ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പപ്പടം ഇല്ലാണ്ട് നമ്മളങ്ങ് കഴിച്ചു, സംതൃപ്തിയായിട്ടോ. അടിപൊളി ഊണായിരുന്നു, അടിപൊളി ലഞ്ചായിരുന്നു. എനിക്കിഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഞാനും ഉമ്മയും ഉപ്പയൊക്കെ ഇരുന്ന് കഴിച്ചു. പിന്നെ പോയി റെസ്റ്റൊക്കെ എടുത്ത് വൈകുന്നേരം പിള്ളേർ വന്ന് അവർക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ചോറ് കൂടുതൽ വെച്ചത്. പക്ഷെ വൈകുന്നേരത്തെ അവസ്ഥ നോക്കിയേ. ഇവിടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഭയങ്കര മഴ പറഞ്ഞാൽ ഭയങ്കര മഴ. അപ്പോൾ നമ്മൾ 2 സാധനം ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കുട്ടിക്ക് കാൽക്കുലേറ്റർ ഓർഡർ ആക്കിയതാണ്, അതും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സയൻറ്റിഫിക്കാണ്. അപ്പോൾ അവൻ കൊടുത്തപ്പം അവൻ വീണ്ടും ഹാപ്പി. എന്നോട് ചോദിച്ചിട്ട് കുറേ ആയി. ഞാൻ പോയി നോക്കിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഓൺലൈനിൽ ഓർഡർ ആക്കി. പിന്നെ ഇതുപോലത്തെ ഒരു ഇത് മേടിച്ചിട്ടുണ്ട് നമ്മൾ, ബോട്ടിൽ നമ്മുടെ പരിപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കുക. 8 എണ്ണമാണ് ഇതിൻ്റെ വില. ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ ഞാനപ്പോൾ എന്തോ ഓഫറിൽ മേടിച്ചതാ തോന്നുന്നു. ഇപ്പോൾ വില നോക്കുമ്പോൾ 369 രൂപയുണ്ട്, അല്ല 399 രൂപയുണ്ട്. സൂപ്പർ കോയിൻ യൂസ് ചെയ്താൽ 369 രൂപ കേട്ടോ. പിന്നെ ഈ ഒരു ഐറ്റം കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ സ്ഥലം ഭയങ്കര ലാഭമായിട്ട് കിട്ടുമല്ലോ ഇത്. അപ്പോൾ അതിൻ്റെ വില ഇതിൽ കാണിക്കുന്നത് 285 രൂപയാണ് കേട്ടോ. നമ്മൾ സൂപ്പർ കോയിൻ യൂസ് ചെയ്താൽ 265 രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് രണ്ടും ഞാൻ മേടിച്ചിട്ടുണ്ട്.
നിങ്ങൾക്ക് സംഭവം ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ നമ്മുടെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്.